അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. സ്നേഹമുള്ളവരെ, ധൃതി പിടിച്ച നഗരത്തിൻ്റെ ഉള്ളിലൂടെ വളരെ വേഗതയിൽ പായുമ്പോൾ പെട്ടെന്ന് ഒരു ജംഗ്ഷനിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. മുൻപിൽ വന്ന് ആഞ്ഞ് ബ്രേക്ക് ചവിട്ടിയ ഒരു യുവാവ്, ഒരു റിക്വസ്റ്റ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒന്ന് എനിക്ക് കടന്നു പോകാൻ അവസരം തരുമോ? വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ തന്നെ എൻ്റെ മുഖം കൊണ്ട് ഞാനൊരു ആംഗ്യം കാണിച്ചു, കടന്നു പൊയ്ക്കോളൂ. അവൻ്റെ ധൃതിയെ മാനിച്ചും അവൻ്റെ ചില ചാബല്യങ്ങളെ കണ്ടിട്ട് അത് പരിഗണനയ്ക്കെടുക്കാതെയും അവനെ ഞാൻ പോകാൻ അനുവദിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് വിടർന്ന ഒരു ചെറു പുഞ്ചിരിയും അകത്ത് വിരിഞ്ഞ ഒരു നന്ദിയും ഞാൻ പതുക്കെ ഒന്ന് എൻ്റെ ഹൃദയത്തിൽ പതിച്ചെടുത്തു. ചെറിയൊരു തിരിഞ്ഞു നോട്ടവും ഞാൻ കണ്ടു, മന്ദസ്മിതത്തോടെ. ഇനിയൊരിക്കലും അവനെ കാണില്ല. ഇനിയൊരു പക്ഷേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാനും ഇടയില്ല. അവൻ്റെ ഉള്ളിൽ വിരിഞ്ഞ ഒരു കൃതജ്ഞതയുടെ പുഞ്ചിരി, ചിരിയിൽ കലർന്ന ആ നന്ദിയുടെ ഒരു നറുഭാവം ഞാൻ ആസ്വദിച്ചു. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഭാവമാണ് കൃതജ്ഞത, നന്ദി. എനിക്ക് ലഭിച്ചത് അർഹതപ്പെട്ടതാണെങ്കിൽ കൂടി ഞാൻ നന്ദി പറയാൻ മടിക്കുന്നു. യാചിച്ച് കാല് പിടിച്ച് അർഹതപ്പെട്ടത് കിട്ടാത്തവനിൽ നിന്ന് ഒരു നാൾ കിട്ടുമ്പോൾ ഒരു പക്ഷേ ഈ കൃതജ്ഞത എങ്ങോ മായുന്നു. വാശി പിടിച്ച് മുഷ്ടി ചുരുട്ടി ഇൻക്വിലാബ് സിന്ദാബ് വിളിച്ചു പറഞ്ഞ് അർഹതപ്പെട്ടതോ അനർഹമായതോ നേടിയെടുത്തവന്റെ മുഖത്ത് വിരിയുന്നത് ധാർഷ്ട്യവും ആ വലിയ ശക്തിബോധവുമാണ്, കൃതജ്ഞതയല്ല. അയോഗ്യതയുടെ പടുകുഴിയിൽ കിടക്കുന്നവന് ഔദാര്യത്തിന് നിറവിൽ നിന്ന് കൈനീട്ടി കൊടുത്തപ്പോൾ ലഭിച്ചവന്റെ ഉള്ളിലും ആ ഔദാര്യ കരങ്ങളുടെ നേരെയുള്ള കൃതജ്ഞതയല്ല, ഇത്രക്കേ ഉള്ളൂ അല്ലേ, കുറച്ചും കൂടി വേണ്ടതായിരുന്നു എന്ന ഭാവമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു സങ്കടം ആ കവലയിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് കടന്നു പോകാൻ അനുവദിച്ചവനെ ഇനി ഞാൻ കാണില്ലല്ലോ, അവനോട് ഞാൻ ഒന്ന് മിണ്ടാൻ എനിക്കാകില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ വിരിഞ്ഞ ആ കൃതജ്ഞതയും പുഞ്ചിരിയിൽ കലർന്ന ആ നന്ദിയുമെല്ലാം ആവാഹിച്ചപ്പോഴുണ്ടായ ഒരു വലിയ സംതൃപ്തി, അത് നമുക്ക് ഉളവായത് നൽകാനും ഇടയാകട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.